ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നലെ 20-ാം അധ്യായം നമ്മൾ വായിച്ചു ധ്യാനിച്ചു. ന്യായപ്രമാണം 10 കൽപ്പനകൾ യഹോവയായ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് നൽകുന്നു. അതിൽ ആദ്യത്തെ 4 ദൈവത്തോടുള്ള ബന്ധവും അവസാനത്തെ 6 മനുഷ്യനോടുള്ള ബന്ധവുമാണെന്ന് നമ്മൾ കണ്ടു. ഇനി 21-ാം അധ്യായം ദാസ്യത്വം, അടിമത്വം ഇതിനെക്കുറിച്ചാണുള്ള ഒരു പരാമർശമാണ് നമ്മൾ ഉടനെ ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിങ്ങനെ പ്രകാരം ഒരു ക്രമീകരണം ചെയ്യുവാൻ കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നത് ഭയപ്പെട്ടിട്ടോ അടിമത്തത്തിലോ ആയതുകൊണ്ടല്ല. അത് അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതാണ് സൃഷ്ടിയിൽ നമുക്ക് നൽകിയതായ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഉൾക്കൊള്ളാനും പുറന്തള്ളാനും വിശ്വസിക്കാനോ അവിശ്വസിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ വിനിയോഗിച്ചുകൊണ്ട് വേണം ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പാലിക്കുവാൻ. അല്ലാതെ ഭയപ്പെട്ടിട്ട് ഒരിക്കലും നമ്മളങ്ങനെ പാലിക്കുവാൻ പാടില്ല. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോടുള്ള ദൈവികമായ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം ആ കൽപ്പനകളെ നമ്മൾ പാലിക്കുവാൻ. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകളെ. കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പാലിക്കും നമ്മുടെ കർത്താവ് പറഞ്ഞതുകൊണ്ടാണ്. യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം പുതിയ നിയമത്തിലെ കൽപ്പനകളെ നമ്മൾ പാലിക്കുവാനും ജീവിക്കുവാനും. ഇവിടെ ആദ്യം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഒരു എബ്രായ ദാസനെ കുറിച്ചാണ് പറയുന്നത്. 6 വർഷം അവൻ നിനക്ക് വേല ചെയ്താൽ 7-ാം വർഷം അവനെ സ്വതന്ത്രനാക്കണം. അത് ശബത്താണ്. നേരത്തെ നമുക്കറിയാമല്ലോ, 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിരിക്കാം. ആ ശബത്ത് മനുഷ്യ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചാക്കുകയാണ്. 6 ദിവസം അവൻ നിനക്ക് വേണ്ടി വേല ചെയ്തവൻ 7-ാം ദിവസം അവനെ നിങ്ങൾ സ്വതന്ത്രനാക്കണം. വീണ്ടും അവൻ നിൻ്റെ അടിമയായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കവനെ വീണ്ടും അങ്ങനെ തന്നെ അടിമയായിട്ട് തന്നെ നിനക്കവനെ സ്വീകരിക്കാവുന്നതാണ്. ഇനി യജമാനൻ അവന് ഭാര്യയെ കൊടുത്തെന്ന് വിചാരിക്കുക. കൊടുത്താൽ ആ ഭാര്യയിൽ നിന്ന് ജനിക്കുന്ന മക്കൾ യജമാനൻ്റെ സ്വത്തായിരിക്കും. അപ്പം നിനക്ക് വേണമെങ്കിൽ സ്വതന്ത്രനായിട്ട് പോകാം. അല്ല, വീണ്ടും നിനക്ക് ഇവരോടൊപ്പം താമസിക്കണമെങ്കിൽ വീണ്ടും യജമാനൻ്റെ ദാസനായിട്ട് ഇവിടെ നിനക്ക് ഇത് തുടരാനുള്ള അവകാശമുണ്ട്. അപ്പം അങ്ങനെ ഒരുവൻ സമ്മതിച്ചാൽ അവനെ വാതിലിൻ്റെ അടുത്തിൽ കൊണ്ടുവന്ന് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തിത്തുളയ്ക്കണം എന്നിവിടെ പറയുന്നുണ്ട്. വാതിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തെയാണ് വാതിൽ സൂചിപ്പിക്കുന്നത്. വാതിൽ സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തെയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഒരിക്കലും അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നീ ഈ യജമാനന് വിധേയമായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന്, ആയുഷ്കാലം മുഴുവൻ ജീവിച്ചു കൊള്ളാമെന്നുള്ളൊരു പ്രതിജ്ഞയാണ് അവൻ്റെ ആ കാത് അവിടെ വാതിലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാത് കുത്തിത്തുളയ്ക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതുപോലെ തന്നെ ദാസി ഉണ്ടെങ്കിൽ ആ ദാസിയെ വീണ്ടെടുക്കുവാൻ അനുവദിക്കണം. അത് അവനെ ആ ദാസിയെ പുത്രന് നിയമിച്ച് നൽകുന്നുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണമുള്ള അവകാശം അവൾക്ക് നൽകണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഒരാളെ അടിച്ചു കൊന്നാൽ കൊലപാതകം ചെയ്താൽ അവന് മരണശിക്ഷ നൽകണമെന്നുള്ളതാണ്. എന്നാൽ ഒരുവനെ അടിച്ച് അബദ്ധത്തിൽ കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, അതിന് പെട്ടെന്നുണ്ടായൊരു പ്രകോപനത്തിൽ നിന്ന് സംഭവിച്ചു. അങ്ങനെ അബദ്ധത്തിലാണ് കൊലപാതകം സംഭവിച്ചെങ്കിൽ അവന് ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലമുണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഇന്നത്തെ നിയമത്തിലും യാദർച്ഛികമായി സംഭവിക്കുന്ന കൊലപാതകത്തിനും മനഃപൂർവ്വമുള്ള കൊലപാതകത്തിനും കോടതി പോലും ശിക്ഷ 2ആയിട്ടാണ് നൽകുക. മറ്റേ പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. അവന് ജീവിക്കാൻ അവകാശമുണ്ട്. അവന് ഇത് രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലം അവന് കാണിച്ചു കൊടുക്കണമെന്നിവിടെ ഇത് പറയുന്നുണ്ട്. ഇനി മാതാപിതാക്കളെ അടിക്കുന്നവനും അല്ലെ അവരെ ഇത് വേദനിപ്പിക്കുന്നവനും മാതാപിതാക്കളെ ശപിക്കുന്നവനും മരണശിക്ഷ
ആണിവിടെ വിധിക്കുന്നത്. കാരണം ഭൂമിയിൽ കാണപ്പെട്ട ദൈവങ്ങളാണ് മാതാപിതാക്കൾ. നമ്മുടെ സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കുവഹിച്ച് നമ്മളെ സ്നേഹിച്ച് കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തുന്നവരാണ്. അവരുടെ മനസ്സിനെയോ ശരീരത്തെയോ വേദനിപ്പിക്കുന്നവൻ വധശിക്ഷയാണ് പഴയ നിയമത്തിൽ യഹോവയായ ദൈവം അവർക്കിവിടെ പറയുന്നതിൻ്റെ കാര്യം നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരാളെ വ്യക്തികളെ മോഷ്ടിക്കുന്നവന് മരണശിക്ഷ കൊടുക്കണം. അത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്താണ് ഒരു അടിമയെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മളിന്ന് വസ്തുവകകളൊക്കെ മോഷ്ടിക്കുന്ന പോലെ തന്നെ അന്ന് അടിമകളെയും അന്നത്തെ ആളുകൾ ഇത് മോഷ്ടിച്ചിരുന്നു. അങ്ങനെയുള്ളവനും മരണശിക്ഷയാണ് ഇവിടെ ഇത് വിധിക്കുന്നത്. അതുപോലെ തന്നെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വഴക്ക് കൂടി അവന് പരുക്ക് പറ്റിയാൽ അവനെ ശിക്ഷിക്കാതെ അവന് പരുക്ക് പറ്റിയവനെ ചികിത്സിപ്പിക്കണം. കാരണം സണ്ട കൂടുന്ന രണ്ടുപേരും കാരണക്കാരാണല്ലോ. അപ്പം നീ മുഖാന്തരം ഒരുവന് ഒരു പരുക്ക് പറ്റിയാൽ അതിനുള്ളതായ ദ്രവ്യം അവന് കൊടുത്ത് അവനെ അതിനെ ചികിത്സിപ്പിച്ച് അവനെ ഭേദമാക്കുവാനുള്ള പെട്ടെന്നൊരു പ്രകോപനത്തിൽ സംഭവിച്ചതാണ്. പക്ഷെ അവനെ നിനക്ക് കളയാൻ അവകാശമില്ല, അവനെ നീ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണ്. 20-21 വാക്യങ്ങൾ, ദാസനെയോ ദാസിയോ തൽക്ഷണം മരിച്ചു പോകത്തക്കോണം അടിച്ചാൽ അവനെ ശിക്ഷിക്കണം. എന്നാൽ 2 ദിവസം അവർ ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത്. കാരണം ഈ ദാസനും ദാസിയും യജമാനൻ്റെ സ്വത്താണ്. അപ്പോൾ അതുകൊണ്ട് അപ്രകാരം ഒരു നിയമം കൂടി അവിടെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 22-23 വാക്യങ്ങൾ, ഗർഭിണിയെ അടിച്ച് ഗർഭം അലസിയാൽ അവളുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം. മറ്റു ദോഷം വന്നാൽ ജീവന് പകരം ജീവൻ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ 24-ാം വാക്യം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോശെ പ്രകാരം ഒരു നിയമം കൊടുക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പാപം അല്ലെങ്കിൽ ശിക്ഷ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്ന് പറയാൻ്റെ അർത്ഥം, ഒരുവൻ എൻ്റെ കണ്ണടിച്ച് ഒരു കണ്ണ് എൻ്റെ അടിച്ച് പൊട്ടിച്ചാൽ എനിക്ക് അവൻ്റെ ഒരു കണ്ണ് മാത്രമേ നശിപ്പിക്കാൻ അവകാശമുള്ളൂ. 2 കണ്ണ് അവൻ്റെ എടുക്കാൻ എനിക്ക് അവകാശമില്ല. എൻ്റെ ഒരു പല്ല് ഒരുവൻ അടിച്ചു കളഞ്ഞാൽ അവൻ്റെ ഒരു പല്ല് എനിക്ക് അടിച്ചു കളയാൻ അവകാശമുള്ളൂ. 2 പല്ല് അടിക്കാൻ അവകാശമില്ല, അവനെ കൊല്ലാനും അവകാശമില്ല. അപ്പോൾ പകരത്തിന് പകരം പാപം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി മോശ കൊടുത്ത ഒരു നിയമമാണിത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് ഒരു കേട് തടിക്കുന്നവന് മറു കേട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായ ഇതിൻ്റെ ആന്തരികമായ അർത്ഥം, അതിൻ്റെ പൂർണ്ണതയിൽ ലോകത്തിന് വെളിവാക്കിയത് ഇത് നമ്മുടെ കർത്താവാണ്. പക്ഷെ പഴയ നിയമത്തിൽ മോശ എന്ന് പകരത്തിന് പകരം പാപം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ക്രമീകരണമായി ഇതിനെ കാണേണ്ടതാണ്. അതുപോലെ 26-27 വാക്യങ്ങൾ വായിക്കുന്നു, ഒരുത്തൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണോ പല്ലോ അടിച്ച് തകർത്താൽ അവരെ സ്വതന്ത്രരായിട്ട് വിട്ടയക്കണം. കാരണം അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ വിട്ടയക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൃഗം കുത്തിക്കൊന്നാലും, കാള കുത്തിക്കൊന്നാൽ ആ കാള കുത്തുന്നതാണെന്ന് അതിന് യജമാനന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അവൻ മരണശിക്ഷ അവൻ അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ മൃഗങ്ങൾ മുഖാന്തരം പോലും മനുഷ്യന് വരുന്ന നഷ്ടത്തിന് അതുള്ളതായ പ്രായശ്ചിത്തവും പരിഹാരവും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് ഇത് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ പൊതുവിൽ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്, 1 അടിമത്വവും 2 സ്വാതന്ത്ര്യവുമാണ്. 2-നുമുള്ള അവകാശം നമുക്കുണ്ട്. ഇന്നും പാപത്തിൻ്റെ അടിമയായിട്ട് നമുക്കിരിക്കാം, പാപത്തിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമാക്കാം. അത് നമ്മളാണ് നിശ്ചയിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിനെ വിധേയപ്പെടുകയാണെങ്കിൽ പാപത്തിൻ്റെ അടിമയായിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ദൈവവചനത്തിനും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലെ അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളെ കൂടെ ഗ്രഹിച്ചുകൊണ്ട് ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ